ആഗോള മാക്രോ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അനേകം കേന്ദ്ര ബാങ്കുകൾ പോളിസി നിരക്കുകൾ കുറയ്ക്കുമ്പോഴും ദീർഘകാല ബോണ്ട് യീൽഡുകൾ ക്രമേണ ഉയരുകയാണ്. ഉദാഹരണത്തിന്, ഈ ഇളവിന്റെ ഘട്ടത്തിൽ യുഎസ് ഫെഡ് ഏകദേശം 175 ബിറ്റ്സ് പോയിന്റ് വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. എങ്കിലും 10 വർഷത്തെ യുഎസ് ട്രഷറി യീൽഡ് ഏകദേശം 50 ബേസിസ് പോയിന്റുകൾ വർദ്ധിച്ചു. അതേസമയം ജപ്പാനിൽ റിട്ടേൺ 130 ബിറ്റ്സ് പോയിന്റ് വർദ്ധിച്ച് കഴിഞ്ഞ 50 വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇതേക്കുറിച്ച് എന്തു തോന്നുന്നു? സോണൽ ഒരു കഠിന ചോദ്യത്തോടെ തുടങ്ങി. അത് സത്യമാണ്. ഒരു 1.5 വർഷം മുമ്പ് ഒരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ നിരവധി കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന ഘട്ടം ആരംഭിക്കുന്നതോടെ ദീർഘകാല ബോണ്ട് യീൽഡുകളിൽ വലിയൊരു ഇടിവ് ഉണ്ടാകുമെന്ന് അവർ പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണം പല രാജ്യങ്ങളും ഇപ്പോഴും അവരുടെ ധനകാര്യ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിന്റെ ഫലമായി യുഎസിന്റെ കാര്യത്തിൽ ഫെഡ് ഷോർട്ട് ടേം പലിശ നിരക്കുകൾ കുറച്ചിട്ടും കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ ബോണ്ട് പുറത്തിറക്കലിന്റെ സമ്മർദ്ദം കാരണം ലോങ് ടേം ബോണ്ട് യീൽഡ്സിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടില്ല. അതിനാൽ കൂടുതൽ ബോണ്ട് പുറത്തിറക്കൽ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പണപ്പെരുപ്പം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മൂലം ടേം പ്രീമിയം ഉയരുകയാണ്. അമേരിക്കയിൽ പലിശ നിരക്കുകൾ കുറച്ചിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്ത പണപ്പെരുപ്പ നിരക്ക് അവരുടെ ലക്ഷ്യമിട്ട നിരക്കിനേക്കാൾ കൂടുതലാണ്. ഇനി നമുക്ക് ജപ്പാന്റെ കാര്യം പരിശോധിക്കാം. അവിടെ നമ്മൾ ഇതേക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ജാപ്പനീസ് ബോണ്ട് യീൽഡുകൾ വളരെ വേഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇത് വലിയൊരു മാറ്റം തന്നെയാണ് സോണൽ. മുമ്പത്തെ സാഹചര്യങ്ങളിൽ ആഗോള മൂലധന വിപണികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരത ഉണ്ടായാൽ ഉടൻ തന്നെ യെൻ മൂല്യം കുറയുകയും ജാപ്പനീസ് ബോണ്ട് യീൽഡുകൾ താഴേക്ക് പോകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലമായി ജാപ്പനീസ് ബോണ്ട് വിപണി ലോകമെമ്പാടുമുള്ള കാരി ട്രേഡർമാർക്ക് കടം എടുക്കാനുള്ള പ്രധാന കേന്ദ്രമായി മാറി. അവർ മൂലധന ചെലവ് കുറഞ്ഞ ഒരു കറൻസിയായ യെന്നിൽ പണം കടം എടുത്ത് ഉയർന്ന യീൽഡുകൾ ലഭിക്കുന്ന ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ അത് നിക്ഷേപിക്കുകയായിരുന്നു. ഇവിടെ നിന്നുമാണ് യെൻ കാരി ട്രേഡിന്റെ യഥാർത്ഥ ഉത്ഭവം. എന്നാൽ ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്ന പോലെ ജപ്പാനിലെ പലിശ നിരക്കുകളിൽ ഉണ്ടായ ഉയർച്ച വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉയർന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ദുർബലമായ യെൻ മൂല്യം, കൂടാതെ ലക്ഷ്യമിട്ടതിനേക്കാൾ വളരെ കൂടുതലായ പണപ്പെരുപ്പം ഇവയെല്ലാം ചേർന്നുള്ള ഫലമാണിത്. അതിനാലാണ് 10 വർഷത്തെ ബോണ്ട് യീൽഡ് 3.4% ഉയർന്നത്. ചാർട്ടിൽ കാണുന്ന പോലെ ഇത് ഏറ്റവും ഉയർന്ന നിലയിലാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയിട്ടില്ല. ഇതിന്റെ ഫലമായി കേരി ട്രേഡ് ഉപയോഗിച്ച് ജപ്പാനിൽ കുറഞ്ഞ ചെലവിൽ പണം കടം എടുത്ത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന നിരവധി നിക്ഷേപകർ ഇപ്പോൾ ആ ട്രേഡ് അവസാനിപ്പിക്കേണ്ട സാഹചര്യം നേരിടുകയാണ്. ഇത് ലോകത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റുകൾക്ക് ചില റിസ്കുകൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു, പ്രത്യേകിച്ച് ലീവറേജ് ട്രേഡുകളുടെ കാര്യത്തിൽ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.